ഹായ് നന്ദുസുള്ളവർക്ക് എല്ലാവർക്കും അപ്പോൾ ഇതാ നമ്മളിന്ന് ഇന്നൊരു ഞായറാഴ്ച കേട്ടോ. അപ്പോൾ നമ്മൾ അണ്ടി പൂജിക്കാന്ന് വെച്ചിട്ട് ഒരു അമ്പലത്തിൽ, ഇവിടെ നമ്മുടെ കക്കാട് അമ്പലത്തിൽ പൂജിക്കാന്ന് വെച്ചിട്ടുണ്ടായി. അപ്പോൾ പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മളിന്ന് രാവിലെ നേരത്തെ തന്നെ പോവാണ്. നമുക്ക് ഇന്ന് കുറേ പരിപാടിയുള്ള ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ എണീച്ച് റെഡിയായി. ഞാൻ സത്യം പറഞ്ഞ് കുറേ നാളുകളായി ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ എൻ്റെ നാട്ടിലത്തെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട്, ഇവിടുത്തെ അമ്പലങ്ങളിൽ പോയിട്ട് ഞാൻ കുറേ നാളേക്ക് തന്നെ കല്യാണത്തിന് മുന്നേ പോയതാന്ന് തോന്നുന്നു. കല്യാണം കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം പോയിട്ടില്ലല്ലോ. നമ്മളൊരുമിച്ച് കക്കാട് പോയി പൂരത്തിന് അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് വന്നിട്ട് ഇവിടെ അമ്പലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല. ഇനി വേണം മെല്ലെ മെല്ലെ പോകാൻ. പിന്നെ നമുക്ക് 5 മാസമായില്ല. അപ്പോൾ 7 മാസം ആകുമ്പോഴേക്കും എല്ലാ അമ്പലങ്ങളിലൊന്ന് തൊഴുത് 6 മാസം ആകുമ്പോഴേക്കും ഫുൾ അമ്പലങ്ങളിൽ തൊഴുത് തീർക്കണം എന്നാണ് നമ്മുടെ ഇവിടെ അറിയുന്ന അമ്പലങ്ങളിൽ. സ്റ്റാർട്ടിങ് ആണെന്ന് തോന്നുന്നു. 7 മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും 6 മാസം കഴിഞ്ഞിട്ട് 7 മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും എല്ലാ അമ്പലം തീർക്കണം എന്നാണ് തോന്നുന്നു. അതൊക്കെ പിന്നെ ബാക്കി അമ്മയ്ക്ക് അറിയുള്ളൂ കേട്ടോ, എനിക്കറിയില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൽ പോകണം. ഇന്ന് ആരുമില്ല കേട്ടോ, അച്ഛനും അമ്മയും കൊടുക്കണം കുടിക്കൊന്നുമില്ല. അവരൊക്കെ നല്ല ഉറക്കാം. ഞായറാഴ്ച റെസ്റ്റാണ്. പിന്നെ റെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. റെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ അപ്പുറത്തെ വീട് തുണ്ണിയുടെ പേരിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും പോകണം. പിന്നെ റെസ്റ്റ് ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ എത്തുമ്പോഴേക്കും 10 മണി 10:30 ആകുമ്പോഴേക്കും പോകണം. അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതേ കൊലത്തിൽ പോകേണ്ടി വരും. എനിക്ക് വേറെ പോകണം. അപ്പോൾ എന്നെ സമയമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഡ്രസ്സൊക്കെ മാറണമെന്ന് വെച്ചാൽ സമയം കിട്ടണേ മാറും, അല്ലെങ്കിൽ ഇതന്നെ ഇട്ടു കിട്ടുമെന്ന് തോന്നുന്നില്ല. നമ്മളൊരു സ്ഥലത്ത് പോയി വരുമ്പോഴേക്കും വൈകും. 7 മണി സത്യം പറഞ്ഞാൽ 7:00-ക്കൊക്കെ എണീച്ചതാണ്. അതിന് മുന്നേ എനിക്കുള്ള ആരോഗ്യം എനിക്കൊന്നുണ്ടായില്ല. 7:00-ക്കൊക്കെ എണീച്ചാണ്. പക്ഷേ ടൈം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയും പോകുമ്പോൾ. ഏട്ടൻ വർക്ക് ഇപ്പം ഇന്നലെ വർക്കിന് പോയപ്പോൾ ഏട്ടൻ തിരിച്ചെത്താൻ വേണ്ടിയിട്ട് സമയം ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് വരുന്നുണ്ട്. കുടിക്ക് ഞാനൊക്കെ ഇങ്ങനെ കടയിൽ പോയിരിക്കുന്നത് നോക്കിയത് സമയമായി, ഏട്ടൻ വരാറായി. ഇന്നാണ് ഈ സമയം ഓടുക. അങ്ങനെ എങ്കിഞ്ഞ് വിശക്കണുണ്ട്. അമ്പലത്തിൽ പോയി തൊഴുത് വന്നിട്ട് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ബാക്കി വിശേഷങ്ങളാണല്ലേ. കൈ കടയുന്നുണ്ട്, അധികം നേരം പിടിക്കാൻ പറ്റില്ല. തല കറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇല്ല, തല ഇറങ്ങിയിരിക്കുക. കുറേ നേരം നിന്നോണ്ടായിരിക്കും അല്ലേ കഴിച്ചില്ല കാലത്ത്. പിന്നെ എക്സെങ്കിലും എടുത്തിട്ടാണ് ഓർമ്മ ഉണ്ടായില്ല. നല്ല തിരക്കായിരുന്നു. ഞാൻ വരാ പോകുന്ന പരിപാടിയാണ് ഞാൻ വന്നത്. നോക്കുമ്പോ ഫുള്ള് തിരക്ക്. ബസ്സിലൊക്കെ ആൾക്കാർ വന്നേക്കണേ. അങ്ങനെ സൗണ്ട് എന്തായാലും. അങ്ങനെ പൂജിക്കേണ്ട സ്ഥലത്ത് കാറൊക്കെ കൊണ്ടിട്ടിട്ട് നമ്മളവിടെ ഇങ്ങനെ ഇരുന്ന് വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. പിന്നെ കാറിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ളൊരു ഗണപതിയുടെ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായി. ഫ്രണ്ടിൽ തന്നെ ഒരു കടയുണ്ടായി. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ രണ്ടാളും ഇരിക്കാണ്. പിന്നെ കാറിൻ്റെ ചാവില്ലാത്തന്നെ നമുക്ക് കാറിലിരിക്കാനൊന്നും പറ്റില്ല. പിന്നെ നല്ലോണം നേരം വൈകിട്ടാണ്, വേറെ ഒന്നുമല്ല. വേറൊരു വണ്ടിയും പൂജിക്കാനുണ്ടായി. പിന്നെ നല്ലോണം തിരക്കാണ്. ഞാൻ ഇത്രയും തിരക്ക് കക്കാട് അമ്പലത്തിൽ കണ്ടിട്ടില്ല. ഞങ്ങൾ ഞായറാഴ്ച പോക്ക് കുറവാണ്, അതുകൊണ്ടായിരിക്കാം. ഇന്നാണെങ്കിലും ബസ്സിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിട്ടാ. കർക്കിടക മാസം ആയതുകൊണ്ടായിരിക്കും ബസ്സിലൊക്കെ ആൾക്കാരുണ്ടായി. പിന്നെ ഞാൻ പൂജിക്കണതൊക്കെ നോക്കി ആ വണ്ടി കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ നമ്മുടെ വണ്ടി പൂജിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ അവിടെ നിന്ന് തൊഴുകയാണ്. വിഘ്നേശ്വരൻ്റെ അമ്പലത്തിൽ എന്തായാലും പൂജിക്കണം എന്നുണ്ടായി. വിഘ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കാറ് കൊണ്ടടക്കണം ലേട്ടാ. അപ്പം അങ്ങനെ ഓരോന്ന് പൂജിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത്രയും തിരക്കുള്ള കാരണം നമ്മളേക്ക് തോന്നണം 9 മണിക്ക് പോയിട്ടൊരു 10:30-11 മണിയായി പൂജയൊക്കെ കഴിഞ്ഞ് കിട്ടാൻ. ഞങ്ങളാണെങ്കിൽ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം ഉണ്ണിയുടെ പരിപാടിക്ക് പോകാമെന്ന് വെച്ച് ഇരുന്നവരാണ്. പക്ഷെ നമുക്ക് സമയമൊന്നും കിട്ടിയില്ല, നേരെ പോകേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ആ പരിപാടിക്ക് എത്തി. അമ്മേരെ അച്ഛൻ്റെ ഒക്കെ അടുത്ത് പോയിരുന്നു കേട്ടോ. അവർ പിന്നെ കുറച്ചും കൂടി നേരത്തെ എത്തിയിട്ടുണ്ടായി. ഞങ്ങളാണ് വൈകിയത്. പിന്നെ ഉണ്ണിയുടെ പേരിടലിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടായി.
പിന്നെ അവിടെ ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് മെല്ലെ ഞാനും പുറത്ത് പോയി നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ചു. ഏട്ടൻ പറഞ്ഞ് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോഴേക്കും അമ്മ ഫുഡൊക്കെ കഴിക്കാൻ വിളിക്കാൻ വന്നു കേട്ടോ. ഞങ്ങൾ നേരെ പിന്നെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കണത്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ട് എല്ലാവർക്കും വിശപ്പുള്ള കാരണം എല്ലാവരും വേഗം കയറി ഫുഡ് കഴിക്കായിരുന്നു. പിന്നെ ഇങ്ങനെ പാപ്പനും മേമയും അച്ചൂട്ടനും അമ്മയും അച്ഛനും കുണുക്കനും കുണിക്കുകയും ഞങ്ങളൊക്കെ കൂടി ഇങ്ങനെ സംസാരിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇവരൊക്കെ കൂടി പുറത്ത് പോയിട്ട് വീഡിയോ എടുത്താട്ടോ. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എന്നുവെച്ചാൽ ഞാൻ അകത്ത് യാത്ര പറയാൻ പോയ നേരത്തിൻ്റെ ഉള്ളിൽ ചേട്ടൻ അവിടെയുള്ള പൂവൊക്കെ കയ്യുമൊക്കെ ചുറ്റി വീഡിയോ എടുക്കുന്നുണ്ടായി. പിന്നെ ഞാൻ അമ്മ നടന്നു വരുന്നത് ഏട്ടൻ അവിടെ നിന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നാൽ അത് കഴിഞ്ഞിട്ട് അമ്മയും അച്ഛനും പോവാണ്. കുണുക്കനും കുണിക്കും ഞങ്ങളുടെ കാറിലാണ് കേട്ടോ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ മെല്ലെ നടന്ന് വരികയാണ്. അപ്പോൾ കുണുക്കനാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറയുന്നത് കുണുക്കൻ വീഡിയോഗ്രാഫറിൻ്റെ അത് പിന്നിക്ക് പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ലാതെ എടുത്തുണ്ടാവുക. അപ്പം ഞാൻ പറയുന്നുണ്ട് ഫ്രണ്ടിലൊരു കുഞ്ഞൊരു മീൻ്റെ ഇതൊക്കെ ഉണ്ടായിട്ട് വീഴാണ്ടിരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തി കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ പോയതാണ് കേട്ടോ. നല്ല വിശപ്പ്. അപ്പോൾ നമ്മൾ പന്നിത്തടത്ത് പാടത്ത് ഉണ്ട് അവിടെ കേട്ടോ. നമ്മൾ വേറൊരു കടയ്ക്ക് തപ്പിപ്പോയത്. പക്ഷെ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉണ്ടായില്ല. പക്ഷെ ഇവിടെ നിന്ന് പരിപ്പുവടയൊക്കെ കഴിച്ചപ്പോൾ കുണിക്ക് ഈ എണ്ണ പലഹാരങ്ങളും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ മുട്ട ബജ്ജി ഞാൻ പരിപ്പുവടയൊക്കെ കഴിച്ചു. അപ്പോഴേക്കും കുണിക്ക് പ്ലാൻ മാറ്റി. അവിടെ പിന്നെ ഇങ്ങനത്തെ കൊള്ളിയും ദോശയും ചിക്കനും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിട്ടാ. അപ്പം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നേരെ അത് കഴിക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്താണ് ആദ്യം ഇരുന്നത്. നേരത്തെ അകത്ത ആൾക്കാരൊക്കെ ഉണ്ടായിട്ടാ. പിന്നെ ഒരു നല്ല അന്തരീക്ഷമൊക്കെ വെച്ചിട്ട് ഞങ്ങളങ്ങനെ കയറി ഇരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയും ഇതൊക്കെ കുടിച്ച് എനിക്കാണെങ്കിൽ ഇപ്പോൾ ചെറിയ കുറച്ച് എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് വിശപ്പൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തുനിന്ന് ദോശയൊക്കെ കഴിച്ചു കേട്ടോ. ദോശയും ബീഫൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ ഇന്നലത്തെ വീഡിയോ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഫങ്ഷനൊക്കെ കഴിഞ്ഞ് സദ്യ കഴിച്ചു വന്നപ്പോൾ ഒരു ക്ഷീണം. പിന്നെ ഏട്ടൻ ചെറുതായിട്ട് ഉറങ്ങിയല്ലോ. ഉണ്ണികളുടെ കൂടെ കളിക്കായിരുന്നു കേട്ടോ കൂടുതൽ. ഞാനും അമ്മയും അച്ഛനും നല്ല മയങ്ങി. ഏട്ടൻ പിന്നെ ഉണ്ണികളും ഏട്ടനും കൂടി കളിക്കലും ഇതൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് ചായ കുടിക്കാൻ പോയതൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് തോന്നുന്നില്ലേ. പിന്നെ ചായ കുടിക്കാൻ പോയി, ഫിലിമിന് പോയി. അങ്ങനെ ഇന്നലത്തെ ദിവസം ഫുള്ളും തീർന്നു. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരു രക്ഷയില്ലാത്ത മഴ. തുടക്കം തുടരും തുടക്കം. അത് നമുക്ക് അങ്ങനെ തെറ്റുവിട്ട അതാണ് തുടക്കം. പക്ഷെ അടിപൊളി സിനിമയാണ്. ഇന്നലെ കുണിക്കുമ്പോൾ വരെ ഞങ്ങൾ വിചാരിച്ചു എത്തുമ്പോഴേക്കും ഉറങ്ങും. എന്താ വെച്ചാൽ അത്രയും നേരം ഉണ്ടാവും. ഉറങ്ങിയിട്ടില്ല. ഇന്നലെ നേരത്തെ എണിച്ചതും കൂടിയാണ്. പക്ഷെ ആ സിനിമ ഇൻട്രസ്റ്റ് കൊണ്ട് കുട്ടികൾ വരെ ഇരുന്ന് കണ്ടുപോവാണ്. അത്രയും നേരം പിടിച്ചെടുത്തും ചെയ്യും. നമുക്കൊരു ഭാഗവും ലാഗും ഇല്ല. എല്ലാം അടിപൊളിയാട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല. ഓണം തൂക്കി എന്താ പറയാ, ഓണം തൂക്കി. അതൊരു അടിപൊളി തന്നെയാണ്. തിയേറ്ററിൽ പോയി കണ്ടപ്പോ മനസ്സിലായിട്ടാ. നമ്മള് ഫോണിൽ കണ്ട ഒരിക്കലും ആ ഫീല് കിട്ടില്ല. അങ്ങനെ ഒരു സിനിമ നമുക്ക് വിഷമം വന്നിട്ടുണ്ടായല്ലോ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തന്നെ. ബ്ലാസ്റ്റ് അല്ലേ? അത് നമ്മൾ ഫോണിൽ കണ്ടപ്പോ തോന്നി ഇത് തിയേറ്ററിൽ കാണണമായിരുന്നു എന്ന് തോന്നി. നല്ല രസമുണ്ട്, അടിപൊളിയാണ്. പിന്നെ ഞങ്ങളിതാ ഇന്ന് രാവിലെ തന്നെ അമ്പലങ്ങളിലേക്കായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എന്ന് ഞാൻ രാവിലെ കുണിക്ക് ബുക്ക് ഒതുക്കാൻ എണിച്ചതാണ്. അപ്പം അച്ഛൻ പറഞ്ഞു ഇനി അധികം നാളില്ലല്ലോ അമ്പലത്തിൽ പോകാൻ. ഇപ്പം 7 മാസം കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റില്ലല്ലോ. അധികം നാളില്ലല്ലോ. അങ്ങനെയല്ല, 7 മാസം കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റില്ല. പിന്നെ കർക്കിടകം കഴിയാറായി. അപ്പം അച്ഛൻ പറഞ്ഞു ഒന്ന് ജസ്റ്റ് അമ്പലങ്ങളിലൊക്കെ ഇറങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുളിച്ച് ഞങ്ങൾ ഇറങ്ങിയതാട്ടെ. കുണിക്ക് ചെറിയൊരു വിഷമമുണ്ട്. അവരും കൂടി ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഇതായതുകൊണ്ട് നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്. ലമ്പറമ്പത്ത് അമ്പലം അടച്ചു. കുറച്ചും കൂടി നേരം ഉണ്ടാവും. ഇന്നലെ ആണെങ്കിൽ നമ്മൾ വന്ന് കിടക്കാൻ വൈകിയായിരുന്നു. ഒരു 8:30 ആയി ഏഞ്ച് കുളിച്ചൊക്കെ കഴിയുമ്പോ തന്നെ അപ്പോഴേക്കും അടച്ചു. പക്ഷെ നമുക്ക് എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ അടുത്തായോണ്ട് എന്തായാലും. പക്ഷെ ഒരു വിഷമമായിട്ട് അവിടെ എത്തിയപ്പോ അടച്ചപ്പോ. പക്ഷെ നമുക്ക് അടുത്തായോണ്ട് പെട്ടെന്നൊരു ദിവസം വന്നിട്ട് തൊഴുത് പോവാന്ന് വിചാരിക്കണല്ലേ, അധികം ലൈറ്റ് ആക്കാണ്ട്. അപ്പൊ ഇനി കുറച്ച് കാർ എടുത്തതിന് ശേഷം പോയിട്ടില്ല. പോണം. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് പരിപാടികളൊക്കെ
പിന്നെ യാത്രകളാണ് ഫുള്ള് വീഡിയോ മൊത്തം അമ്പലങ്ങളായിരിക്കും. നിങ്ങളെ വീഡിയോ ഇങ്ങനെ പഴയ ഇതിലേക്ക് വന്ന് കഴിഞ്ഞ വീഡിയോ പഴയ വീഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, നമുക്ക് ക്ഷീണവും കാര്യങ്ങളായിരുന്നു. ഇപ്പൊ അതൊക്കെ ഒന്ന് ഉഷാറായി വരുന്നുണ്ട്. 4 മാസം നല്ല ബുദ്ധിമുട്ടായിരുന്നല്ലോ. അപ്പൊ 5 മാസം 5ാമത്തെ മാസമായോണ്ട് എപ്പോഴും പഴയ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ആ ട്രാക്കിലേക്ക് എത്തി. ഇപ്പൊ ഞാനും ഉണ്ണി ഓക്കെയാണ്, രണ്ടാളും കുഴപ്പമില്ല. അപ്പൊ ഏട്ടനോക്കെ, ഞങ്ങളൊക്കെ ഏട്ടനോക്കെ. അപ്പൊ നമുക്ക് പോവാം. എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ, രാവിലെ തന്നെ വിശക്കണേ. നമുക്ക് ഫുഡ് കഴിക്കാം. നായരോട്ടിൽ നിന്ന് മസാല ദോശ കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് പോട്ടോ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് പോയി വരുന്ന വഴിക്ക് നമ്മൾ സ്ഥിരം കയറുന്ന ഒരു ഹോട്ടലിൽ കയറിയിട്ട് നല്ലോണം വിശന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഓരോ മസാല ദോശയും ചായയും പറഞ്ഞു. ഏട്ടന് മസാല ദോശ വലിയ കഴിക്കാൻ താല്പര്യമൊന്നും ഉണ്ടായില്ല, വെള്ളയപ്പം തപ്പിയാണ് പോയത്. പക്ഷെ അത് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങളിതാ പോണ വഴിക്ക് നമ്മുടെ ചാവക്കാട് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് റോഡ് നല്ല മോശമാണ്. കുറച്ചങ്ങോട്ടല്ല, നല്ലോണം മോശമാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ അത് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. അങ്ങനെയെങ്കിലും ഒന്ന് ആരെങ്കിലും ശരിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ഒരു രക്ഷയില്ലാത്തൊരു വഴിയാണത്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഈ വഴി ഇങ്ങനെ തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ആ വഴി കൂടെ പോകാൻ. അങ്ങനെ അതാ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടാണ് അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ നല്ലൊരു പോയൊരു സുഖത്തിലല്ല കേട്ടോ. എന്താണെന്നറിയില്ല, നള്ളം കൂടി കുറവായിട്ടാണോ എന്താണെന്നറിയില്ല. ഭയങ്കര വയറുവേദന വെച്ചാൽ വയർ കൊളത്തി പിടിച്ചോണം, തിരിയാനും മറയാനും ഒന്നും പറ്റില്ല. അയ്യോ ടെൻഷനായി പോയി. എന്ത് ചെയ്യണം പെട്ടെന്നാണ്, അതായത് അല്ലേ, ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല, പെട്ടെന്നൊരു വേദന. ചോറൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ അമ്പലത്തിൽ പോവാൻ വേണ്ടി അമ്പലത്തിൽ എത്തി ഇരുന്നോണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു വേദന. കാരണം ഫുഡ് കഴിക്കാം, കാലത്ത് ഫുഡ് കഴിച്ചു, അതിനിടയ്ക്ക് വെള്ളം കുടിക്കും. അല്ല, വെള്ളമുണ്ട് കയ്യിലൊക്കെ ചെയ്യുന്നുണ്ടേ. പക്ഷെ എന്താന്നറിയില്ല, പെട്ടെന്ന് വേദന വന്നു. പെട്ടെന്ന് വന്ന വേദനയാണ്. പോവാൻ കൊറേ നേരം എടുത്തു. തോന്നണ എങ്ങനെ വന്നാലും ഒരു 2-3 മണിക്കൂറത്തോളം അല്ലേ, 2 മണിക്കൂറൊക്കെ പിടിച്ചിട്ടുണ്ടാവും അല്ലേ വേദന മാറാനിട്ട്. അവിടെ എത്തിയൊന്ന് ഒരു അരമണിക്കൂർ ഒന്ന് കട്ടിലമ്മയൊക്കെ കിടന്ന് കുറേ വെള്ളമൊക്കെ കുടിച്ചപ്പോഴൊന്ന് ശരിയായത്. പിന്നെ മോരും വെള്ളം കുടിച്ച് പിന്നെ കുറച്ച് ആശ്വാസമായി തോന്നണല്ലേ. പക്ഷെ ഇടയ്ക്കൊരു ഭയങ്കര വേദന വരലൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ശരിക്കും പേടിച്ചിട്ടാ. ചിലവരൊക്കെ 5ാം മാസത്തിൽ പ്രസവ വേദനയൊക്കെ വരുമെന്ന് പറയണ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണോ എന്ന് വെച്ചിട്ട് ഞാൻ പേടിച്ചു. വളരണോന്നൊന്നും അറിയില്ല, എന്താന്നറിയില്ല. അല്ല, എന്നൊക്കെ ഇപ്പൊ കിട്ടുന്നത് കൊറേ ദിവസങ്ങളായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 1.5 ആഴ്ചയില് 1.5 ആഴ്ചയൊക്കെ ആയിട്ട് ഉണ്ണിയുടെ എനക്കും കിട്ടുന്നുണ്ടായിട്ട്. അപ്പൊ കൂടുതൽ കിട്ടുക സൗണ്ട് കേട്ടിട്ടാണ് എന്താന്നല്ല ഇങ്ങനെ ഭയങ്കരമായിട്ട് അനങ്ങും. പിന്നെ കൂടുതലും കിട്ടാറ് രാത്രിയാ, പകലും കാട്ടും കൂടുതൽ രാത്രി. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കിടന്നാലും ഇങ്ങനെ രാത്രി വല്ല ഫിലിമിന് പോയാലൊക്കെ ഇങ്ങനെ ഉണ്ണി നന്നായിട്ട് അനങ്ങൂട്ടാ. അപ്പം അത്യാവശ്യം ഇപ്പോൾ അനങ്ങാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് നല്ല ഫീൽ ചെയ്യും ഇല്ലേ. ഏട്ടന് 1-2 വട്ടം കൈ വെച്ചപ്പോൾ ഫീലിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും പറയണ പോലെ തന്നെ കൈ വെച്ച് കഴിഞ്ഞാൽ സ്റ്റക്കാണ് ആള്. അതുവരെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഞാനിടയ്ക്ക് ഈ ഡ്രസ്സിന്റെ മേലെ കൂടെ കാണില്ല, അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ പൊക്കി ഇങ്ങനെ വയറിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ പിന്നെ സ്റ്റക്കാവും. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ആ കണ്ടങ്ങൾ വയറുമെന്ന് എടുത്തപ്പോ അപ്പൊ എനക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ട് നല്ല സന്തോഷം കിട്ടുക അല്ലേ. എന്നെങ്കുമ്പോ നല്ല സന്തോഷം. എന്താ വെച്ചാൽ നമ്മുടെ വയറ്റിനുള്ളിലുള്ള ഒരാള് ഇത്ര നാൾ നമുക്ക് സ്കാൻ ചെയ്യുമ്പോഴാണ് അതിനെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞിരുന്നൊക്കെ. ഇപ്പൊ ഇങ്ങനെ എന്നെങ്കിൽ തുടങ്ങിയപ്പോ നമുക്ക് അതൊരു സന്തോഷം കേട്ടോ. ഇപ്പം 5 മാസവും 2-3 ആഴ്ചയില്ല. ഇപ്പം അതിൻ്റെയൊക്കെ ആയിരിക്കും. എനിക്ക് പക്ഷേ 5 മാസം സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനക്കം കിട്ടിയിട്ടുണ്ട്. ഇനി വയറില്ലാത്തതുകൊണ്ടാവും ചിലപ്പോൾ പെട്ടെന്ന് എനക്കം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളാണ്. അമ്പലത്തിൽ പോയി ഇപ്പോൾ സമാധാനം കിട്ടിയതിന് വയ്യായി വന്നപ്പോൾ പെട്ടെന്ന് പേടിച്ചു. ഞാൻ പിന്നെ വന്ന് വർക്കിംഗ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ വന്നത് തന്നെ എങ്ങനെയോ ഒരു കിടന്നത്. വേറെ ഒന്നും കേറിയില്ല. പിന്നെ നേരെ ഒറ്റ
എന്നിട്ട് പോന്നു. മെല്ലെ മെല്ലെ നടക്കാനും നിൽക്കാനും തീരെ പറ്റിയിരുന്നില്ല. എങ്ങനെയോ ഞാൻ വീടിൻ്റെ അകത്ത് കയറി കിടന്ന് ഡ്രസ്സൊക്കെ മാറി വന്ന കോലത്തിൽ തന്നെ കിടന്നൊന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്തോ മാറിയിട്ട്. അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വയറുവേനൊക്കെ വന്നാൽ ആദ്യം കിടക്കും വേണ്ട റെസ്റ്റൊക്കെ. പിന്നെ ഇന്നലെ നമ്മളിങ്ങനെ യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിലിരിക്കണം വെള്ളം കുടിക്കണം അത്രയൊന്നും യാത്രയിൽ വെള്ളം കുടിക്കില്ലല്ലോ. അപ്പം അതിൻ്റെ ഒക്കെ പ്രശ്നമായിരിക്കും കേട്ടോ. അപ്പം അമ്പലത്തിൽ കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞു കുഞ്ഞ് നല്ല ക്ഷീണിച്ചല്ലോ എന്ന് പറഞ്ഞ്. പിന്നെ ഇപ്പം എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക എത്ര മാസമായി. കുറേ പേര് നമ്മളോട് വന്നു കഴിഞ്ഞാൽ ചോദിക്കൂട്ടാ. ഇന്നലെ അമ്പലത്തിൽ പോയപ്പോൾ കുറേ അമ്മമാര് വന്ന് സംസാരിച്ചിട്ടുണ്ടായി അല്ലേ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അന്നൊരു ചേച്ചി വന്നിട്ട് ഉണ്ണിയാവ് എന്ത് പറയണെന്നൊക്കെ പറഞ്ഞ് വയറുമ്പൊക്കെ തൊട്ടിട്ട്. അപ്പം നമുക്ക് നല്ല സന്തോഷമാണ് നമ്മുടെ ഉണ്ണീനൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴും ഒക്കെ അല്ലേ. ഭയങ്കര ഹാപ്പിയാണ്. ചോദിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്നൊരു അയ്യോ എന്റെ സൗണ്ട് വ്യത്യാസമായി പെട്ടെന്ന് മൂക്കടഞ്ഞിട്ടുണ്ടാവും. എനിക്ക് മഴയും അങ്ങനെ വെയിലൊക്കെ എല്ലാം ഒരുമിച്ച് ക്ലൈമറ്റിന്റെ ഒക്കെ ഒരു ഇതുണ്ട്. ഇന്ന് അമ്പലത്തിൽ എന്തായാലും അല്ലേ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോരുത്തർ ഓടി എന്നെ കണ്ട് ഗൂഗിള് ചെയ്യുന്നൊരു വിളിയാ. ആരാ കുഞ്ഞനോ കുഞ്ഞിന്റെ അവിടെ ഞാനപ്പ ചായ പൂജിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കായിരുന്നു കേട്ടോ അവിടെ ശാന്തിനായിട്ട്. അപ്പൊ അതിനിടയിലാണ് വന്നത്. അപ്പൊ അവിടെ ഒറ്റോട്ടം പിന്നെ ചിലർ അച്ഛന്ന് വിളിച്ചിട്ട് വരും, ചിലർ ഗോകുലെന്ന് വിളിച്ചിട്ട്. എന്നെ പക്ഷെ എന്താണെന്നല്ല എന്നെ നന്ദനാന്നുള്ള പേര് ആർക്കറിയില്ല കേട്ടോ. കുഞ്ഞാന്ന് വിളിച്ചിട്ടാ വരിക. കുറേ വർഷങ്ങളായിട്ട് എനിക്ക് സത്യം പറഞ്ഞ നന്ദനാന്ന് വിളിച്ച് ഞാൻ തിരിഞ്ഞു നോക്കില്ല കേട്ടോ. എനിക്ക് മനസ്സിലാവില്ല, നമ്മൾ കുഞ്ഞാന്നുള്ള വിളി മാത്രം കേട്ടിട്ട്. അങ്ങനെയാണ് സന്തോഷമല്ലേ അങ്ങനെയൊക്കെ വരുന്നല്ലേ. എനിക്ക് കുറച്ച് ഉറക്കം വരുന്നുണ്ട് രാവിലെ നേരത്തെ. ഉറക്കം വരില്ല എനിക്കും ചെറുതായിട്ടൊക്കെ ഉണ്ട് നല്ലൊരു ഉറക്കം. അത് ഇന്നലെ നമ്മളൊക്കെ എടുക്കുമ്പോ എത്ര മണിയായി? 1 മണിയായി. 1 മണിയായി എന്താ ഫിലിമൊക്കെ കഴിഞ്ഞ് വരുമ്പോ. പിന്നെ പ്ലാനഡ് ആയിരുന്നില്ല അമ്പലത്തിൽ പോകുന്നത്. അതിന് പ്ലാനൊന്നുമില്ല. രാവിലെ എനിക്ക് പച്ചൻ പറഞ്ഞ അമ്പലത്തിലൊക്കെ പോയിക്കോന്ന് പറഞ്ഞപ്പോ എനിക്ക് പോയി. അച്ഛനെങ്കിലും കർക്കിടം കഴിയുമ്പോഴേക്കും പോയിക്കോന്ന് പറഞ്ഞപ്പോ പോയതാ. അല്ലെങ്കിൽ പിന്നെ അവരൊക്കെ ഉണ്ടായിരുന്നു. ഇത് പോയത് നന്നായി അല്ലേ. എന്തായാലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അന്നത്തെ ദിവസം നടക്കില്ല. ഇപ്പൊ എന്തായാലും നമുക്ക് പേടിയാണേ. അല്ല ഇങ്ങനെ ഇപ്പൊ വിചാരിച്ച കാര്യമാണല്ലോ. ഇപ്പൊ അമ്പലത്തിൽ പോയി ഇങ്ങനെ പൂജിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ പൂജിക്കാൻ പറ്റാണ്ടാവുന്നുള്ളൊരു വിഷമം. അപ്പൊ അതെന്തായാലും കഴിഞ്ഞു. കീർത്തി സ്ഥലത്ത് തന്നെ എത്തി. നമ്മളിപ്പോ പോണെന്ന് വിചാരിച്ചത് ഇനി ഗുരുവായൂർ ഒരു ദിവസം ഗുരുവായൂർ പോകണം. പിന്നെ ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഇന്ന് കുറച്ച് പോകണം. എപ്പോഴും ഈ താടി കളഞ്ഞ ഏട്ടനും ഇവിടെ ഒരു മുടി നിൽക്കണുണ്ടോ. ഞാൻ അത് നിൽക്കാൻ നോക്കണേ ഒരെണ്ണ മാത്രക്കും. അതെ. അപ്പം വേറെ ഒന്നല്ല, ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഓരോ നമ്മളറിയണ ശാന്തിമാരാണെങ്കിലും കൊടുങ്ങല്ലമ്പലത്തെ ശാന്തിക്ക് അവരാണെങ്കിലും കൊടുങ്ങല്ലത്തെ തന്ത്രിയൊക്കെയാണ് അവരൊക്കെ പറയും നമ്മളോട് കുഞ്ഞിന് ഭയങ്കര ആയിട്ട് കുഞ്ഞിന് എന്തൊക്കെയോ ആൾക്കാരല്ലേ ദോഷങ്ങൾ ആർക്കും എന്തൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അന്ധവിശ്വാസമല്ല, അപ്പം അങ്ങനെ പറയുമ്പോൾ ഒരു നമുക്ക് പിന്നെ ഇപ്പത്തെ ഒരു സമയം എന്ത് പറയാ കൂടുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അമ്പലങ്ങളിൽ ഇപ്പൊ കുറച്ച് പോണത് കേട്ടാ. പിന്നെ നമുക്ക് ഞാൻ പതി ദൈവം പതി എന്നാണല്ലോ. അപ്പൊ നമുക്കുണ്ടാവും നമ്മ ചെയ്യും, ദൈവം ദൈവം ചെയ്യും. പക്ഷെ എന്തുകൊണ്ടാണ് എല്ലാവരും 2-3 ആൾക്കാർ അങ്ങനെ പറയണത്? ഇപ്പൊ എൻ്റെ ഫ്രണ്ട് ആണെങ്കിലും അങ്ങനെ കാണുമ്പോൾ പറയും ഇങ്ങനെ എന്തൊക്കെയോ ആൾക്കാരിങ്ങനെ ചെയ്യണ പോലെ ഒരു ഫീലിങ്. മെയിനായിട്ട് വേദന വന്നപ്പോൾ ആരും ആലോചിച്ചത്. കാരണം എനിക്ക് മുന്നും ഒരു വേദന വന്നിട്ട് ഞങ്ങൾക്ക് പല പ്രശ്നങ്ങൾ വന്നിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് കൂടോത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതായി മാറി കേരളം എന്ന് പറയുന്ന പോലെ അങ്ങനെ നിൽക്കുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. നാമ്പതി ദൈവം പാതി. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോരാ. അതല്ല, നമുക്കിപ്പോൾ പ്രഗ്നൻസി കിട്ടിയില്ലായാലും ഇപ്പം നമ്മൾ ദൈവം പാതി നാം പാതി എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത. എന്താ വെച്ചാൽ നമുക്കൊരു PCOD ഉണ്ടായിട്ട് കിട്ടില്ല എന്ന് വിചാരിച്ചിരുമ്പോൾ ദൈവത്തിനൊക്കെ വിളിച്ചിട്ട് എന്തോ ഒരു ഭാഗ്യം അല്ലേ. അപ്പം നമ്മൾ എനിക്ക് നല്ല ഇങ്ങനെ കേൾക്കുമ്പോൾ പേടിയാണ് എന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ. എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരാളും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആൾക്കും കൂടി ശ്രദ്ധിക്കണ്ടേ. എന്നിട്ട് ചില ആൾക്കാർ ഇങ്ങനെ കമന്റുകളൊക്കെ ഇടുമ്പോൾ നമ്മൾ ആലോചിക്കും, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ പ്രഗ്നൻസി ടൈമിൽ ആൾക്കാർ ഇങ്ങനെ വൾഗറായിട്ട് കാര്യങ്ങൾ പറയണതും പ്രവർത്തിക്കണമെന്നൊക്കെ. ഈ ടൈമിൽ
കഴിഞ്ഞിട്ട് 10 മാസം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആയിക്കോ നോവൽ. അത് അങ്ങനെയല്ലേടാ, ചിലവരുടെ മൈൻഡ് എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും അവർക്കതൊരു വിഷമോ ഇഷ്ടമോ സന്തോഷമോ ഒന്നും ഇല്ലാതെ ഒരാളെ വിഷമിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമായിട്ട് ഏറ്റെടുക്കണവര് പലവരും ഉണ്ടാവും. അതെ, ഇപ്പൊ ഞങ്ങളിപ്പോ ഈ കഴിഞ്ഞ വളക്കാപ്പ് കണ്ട അവരെ അങ്ങോട്ട് ആ കൊച്ചിനെ കാണുമ്പോ ഒരു അല്ല നല്ല സന്തോഷല്ലേ, പേരിടലൊക്കെ കാണുമ്പോ. ഞാൻ രാത്രി ഇന്നലെ നൈറ്റ് അവിടെ പോയിരുന്നു. ഞാൻ അവിടെ പോയിട്ട് ഞാൻ ഫസ്റ്റ് അവിടെ ഷട്ടിലേക്ക് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിലേക്ക് കയറി കാലാണ് നോക്കണത്. അയ്യോ കുഞ്ഞു കാലാക്കി ഉണ്ണിയുള്ള കുഞ്ഞു കാലും കൈയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, നമുക്ക് ഉണ്ണിയെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മള് വേറൊരാള് ആ സന്തോഷം നമ്മളാണ്. അപ്പൊ മറ്റുള്ളവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണം പ്രവർത്തിക്കണം എന്നറിയില്ല. നമുക്ക് എന്തായാലും ഒരു സ്നേഹം ഉണ്ടല്ലോ. ഇപ്പൊ എൻ്റെ ഉണ്ണിന്നല്ല, എൻ്റെ ഉണ്ണിന്നല്ല, ഞാനിപ്പോ സ്നേഹിക്കുന്ന കുണിക്കാണെങ്കിലും കാത്തുവാണെങ്കിലും ഇപ്പൊ നമ്മളെല്ലാരും ഒരുപോലെ കാണുന്നത്. അത് മാത്രമല്ല, നമ്മളിപ്പോ പുറത്തു പോകുമ്പോ ഒരു ഉണ്ണി ഇപ്പൊ വീഴാൻ പോയാലും നമ്മള് പോയി പിടിക്കും. അതിപ്പോ ആരുടെ കുട്ടി എങ്ങനെയാണെന്ന് നോക്കിയിട്ടല്ല. ആ കുട്ടി ജനിച്ചു കഴിയുമ്പോ അത് വേറൊരു സന്തോഷല്ലേ ഞങ്ങൾക്കാണെങ്കിലും. അപ്പൊ ആ കൊച്ചിനെ ഇങ്ങനെ ആൾക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് പറയണതും നെഗറ്റീവ് ഇടുന്നതും. പിന്നെ ഞാൻ പറയട്ടെ, വലിയവരോട് ശത്രുതയും പിണക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ചെറിയ പിള്ളേരെ കാണാത്ത പിള്ളേരെയും അവരോട് ഒരു ദ്രോഹം ചെയ്യാത്ത പിള്ളേരോട് ഇങ്ങനെ ശത്രുതയും ദേഷ്യമൊക്കെ മനസ്സിൽ വെക്കാൻ പറ്റണേന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നോടാണെങ്കിലും ഓക്കെ. എന്താ വെച്ചാൽ നമ്മള് ഇത്രയും വലുതായി എന്തെങ്കിലും നമ്മുടെ കിട്ടിയ വിഷമം കൊണ്ടാവാം, അതൊക്കെ നമുക്ക് വിചാരിക്കാം. പക്ഷെ ഒന്നും ചെയ്യാതെ ഒന്നും അറിയാതെ വയറ്റില് കിടക്കണ എന്നോട് എങ്ങനെ ഈ ശത്രുതയും ദേഷ്യം വെക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് അറിയില്ല. അത് ഓരോ മനുഷ്യരുടെ ക്യാരക്ടർ ആയിരിക്കും. പക്ഷെ എനിക്കതൊട്ടും നല്ല ക്യാരക്ടറായിട്ട് തോന്നുന്നില്ല അല്ലേ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ക്യാരക്ടർ നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മുടെ സ്വഭാവം ഒരു ഇതുണ്ടാവും, ക്യാരക്ടർ ബേസ് ഉണ്ടാവും. എൻ്റെ ക്യാരക്ടർ ആയിരിക്കില്ല കുഞ്ഞിൻ്റെ. ഞങ്ങൾ ഓൾമോസ്റ്റ് ചില ടൈമിൽ തല്ല് പിടിക്കാറുണ്ട് ക്യാരക്ടർ ബേസിലില്ലേ. അത് മാറും. അപ്പൊ ആ ക്യാരക്ടർ അങ്ങനെയൊക്കെ നിൽക്കും. പക്ഷെ അത് ഞങ്ങൾ തമ്മിലുള്ളത്. പക്ഷെ ഒന്നും കാണാത്ത ഭൂമിയിലേക്ക് അതൊരു കൊച്ചിനെ എന്തുകൊണ്ട് ഒന്നും ചെയ്യാതെ ഇപ്പൊ കുഞ്ഞു കുട്ടികളെ ഇപ്പൊ കാത്തുനായാലും കുണിക്കനായാലും ചിലര് കമന്റ് ഇടുമ്പോൾ നമ്മൾ ചിന്തിക്കട്ടാ, അവരോട് എന്ത് ദോഷം ചെയ്തിട്ടാണ് ഈ കുട്ടികളോട് എന്നാലിപ്പോ കാത്തുനെ പറഞ്ഞപ്പോ അത് കേൾക്കുമ്പോ ഞാനായിട്ടും പറയും, ഇങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ കമന്റ് ഇടാൻ പറ്റണേ. അയ്യോ, ആ മനസ്സൊക്കെ ഇല്ലേ ഭയങ്കര കഠിനമായ ഒരു മനസ്സാണ് കേട്ടാ. അയ്യോ എളുപ്പല്ല. നമുക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല ആ മനസ്സ്. അങ്ങനെയാണ്. ഞാൻ ചിലവരെ കണ്ടിട്ടുണ്ട്, അവര് വേറെ കാര്യങ്ങളിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് കൊടുക്കണ പോലെ കാണിക്കും. പക്ഷെ ശരിക്കും ഇമ്പോർട്ടന്റ് കൊടുക്കണ കാര്യങ്ങളിൽ അവർ ഇമ്പോർട്ടന്റ് കൊടുക്കില്ല. അതെ, ഇമ്പോർട്ടന്റ് ആർക്കാണ് നമുക്ക് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളെ കൊച്ചാണെങ്കിലും അപ്പൊ ഇമ്പോർട്ടന്റ് എന്തായിരിക്കും? ആ കൊച്ചിനായിരിക്കില്ലേ. നമുക്ക് ഇപ്പൊ ഇമ്പോർട്ടന്റ് ആ കൊച്ചായിട്ടാണ് നിൽക്കുന്നത്. ബാക്കി എന്താ ഇപ്പൊ നമുക്ക് ആരെടുത്താലും ഫസ്റ്റ് വൺ ബേബി, സെക്കൻഡ് എന്തായാലും നമ്മളെ ഫീൽഡ് കാരണം അങ്ങനെയൊക്കെ ആയിട്ടില്ല. അല്ല, നമ്മളെല്ലാത്തിനും കാട്ടും ഇമ്പോർട്ടന്റ് നമ്മള് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. പക്ഷെ ചിലവരങ്ങനെയല്ല, ചിലത് വേറെ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് അത് പക്ഷെ ഒരു കാണിച്ചു കൂട്ടൽ മാത്രമായിരിക്കും ഇമ്പോർട്ടന്റ്. യഥാർത്ഥമായിട്ട് ആ ഇമ്പോർട്ടന്റ് വരില്ല. എന്ന് വെച്ചാൽ നമ്മളൊരു കുട്ടിയോട് കാണിക്കാത്ത എങ്ങനെയാ വേറെ അതുകൊണ്ടൊക്കെ കാണിക്കുക. അത് ഞാൻ ആലോചിക്കും, ഇപ്പൊ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയണത് നമ്മളൊരു ഫാമിലിയിൽ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഇല്ലേ. അതാണ് ഫാമിലി, എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എനിക്ക് പറഞ്ഞ പോലെ വേർതിരിവൊന്നുമില്ല. ഇമ്പോർട്ടൻ്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുടെ രീതിയിലൊക്കെ അല്ലേ. എല്ലാ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. അതല്ല, നമുക്ക് ഓരോരുത്തരോടും ഓരോരുത്തരും ഇഷ്ടങ്ങളുണ്ടാവും. പിന്നെ ഓരോ വ്യക്തികൾക്ക് ഓരോരോ ഇഷ്ടം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒന്നല്ല ആളുകള്. അപ്പൊ വേറൊരു ടൈപ്പാണ് എല്ലാരിനല്ല. നമുക്ക് നമ്മള് പറയുന്നത് ഈ കമന്റ് ഇതാക്കി ചിന്തിക്കണോന്നാണ്. ഇപ്പൊ ചില വീഡിയോയില് കാണാം, ഈ വരുന്ന കമന്റുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുകയാണോ എന്ന് ചോദിച്ചിട്ട്. ഞങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണതല്ല, ഞങ്ങൾ അപ്രൂവൽ ആക്കാറില്ല. കാരണം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഡിലീറ്റ് ചെയ്താലും
ഡിലീറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനാണല്ലോ. നമുക്ക് ഇഷ്ടമല്ലാതെ നമ്മുടെ ചാനലിൽ വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷൻ യൂട്യൂബ് തന്നെ കൊടുത്തിരുന്നത് ഡിലീറ്റ് ചെയ്യാനാണ്. അതിപ്പോൾ നെഗറ്റീവ് ആയാലും ഇഷ്ടമായത് നമുക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇഷ്ടമല്ലാത്തത് ഞങ്ങളുടെ അക്കൗണ്ടിൽ വെക്കാറില്ല. നമ്മൾ ഉണ്ണീനെ കുറ്റം പറയുന്നതോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്തിനാണ് നമ്മൾ വെക്കുന്നത്? അതിൽ ഞാനും യോജിക്കുന്നില്ല, ഏട്ടനും യോജിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത കമൻറ്റാണ് ഞങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നല്ല, ഏട്ടൻ പറഞ്ഞ പോലെ അപ്രൂവല് കൊടുക്കാറില്ല. അതാണ് സംഭവം. കുറെ പേരിങ്ങനെ വരും. പിന്നെ ഇഷ്ടമില്ലാത്ത കണ്ടാ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നാൽ ഡിലീറ്റ് ചെയ്യാണ്. അത് എന്തിനാണ് മറ്റുള്ള നമ്മുടെ ഈ പറഞ്ഞ നമ്മളെ തെറി വിളിക്കുന്നതും നമ്മൾ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കാണട്ടെ, എന്നാ അങ്ങനെ വിളിക്കുന്നുണ്ട്, എല്ലാവരും കാണുക. അപ്പൊ അതിന്റെ ഇടയിൽ വേറെ കമന്റ് വരും. അപ്പൊ കമന്റ് മേലെ കമന്റ് പിന്നെ പ്രശ്നങ്ങൾ അതിലേക്ക് പ്രശ്നങ്ങൾ കൂടി വരുവുള്ള താല്പര്യം. ഒരുപാട് പ്രശ്നങ്ങളിനിടയിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ രണ്ടാളും, ഇടയിൽ ഇപ്പൊ ഒരു മൂന്നാളും. അപ്പൊ ഇനിയൊരു പ്രശ്നങ്ങൾ കൂട്ടാനും അതിലേക്ക് വലിച്ചിട്ടാണ് താല്പര്യമില്ല. പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളത് അതിന്റെ ഇടയിൽ ആവശ്യമില്ലാത്ത പുറത്തുനിന്ന് വലിച്ചെടുക്കാറില്ല അല്ലേ? ഞാൻ പിന്നെ പ്രശ്നങ്ങളെ പിന്നീട് പോവാറുമില്ല. അത് കഴിഞ്ഞാൽ അവിടെ അതിനെ പിന്നെ അങ്ങനെ ചെയ്യണം, പ്രതികാരം ചെയ്യണം, അതിനൊന്നും ഞങ്ങൾ പോകാറില്ല. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകണം അല്ലേ? നമ്മുടെ ഉണ്ണീരെ കാര്യങ്ങളും ഉണ്ണീരെ അനക്കങ്ങളും അല്ലേ? പക്ഷെ മനസ്സിലാക്കുന്ന കുറെ വ്യക്തികളുണ്ട്, ഉണ്ണീരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നോക്കിയിട്ട് പോകുന്നു. മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടാ. എനിക്ക് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ കൊടുങ്ങൂർ പോയി വന്നപ്പോ കൊടുങ്ങൂർ എന്നുള്ള ആൾക്കാർ തന്നെ നമ്മളെ കാണുന്നത് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി. ഓ നമ്മളെ മനസ്സിലാക്കുന്നവരുണ്ട്, എങ്ങനെ മനസ്സിലാക്കുന്നവരുണ്ട്. കാരണം എല്ലാരോടും പറയുന്ന ആൾക്കാരല്ലോ പുറത്ത്. ഞങ്ങളൊന്നും ആരോടും പറയാം. നിങ്ങൾ വിചാരിക്കും വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്ന ആളെ പോലെ അല്ല പുറത്തെന്ന് വെച്ച് ഞാൻ പറയുന്നത് നമ്മുടെ ഞങ്ങളിപ്പോ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പുറത്ത് പറയുന്നോണ്ട് പ്രശ്നമില്ല. നമ്മൾ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ വീട്ടിലത്തെ കുഞ്ഞു കുഞ്ഞ് ഉറുമ്പ് അടിച്ചു പഴുതാര കടിച്ചു എന്നൊക്കെ പറയുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളായാലും പറയാൻ നിൽക്കാറില്ല. എന്താ വെച്ചാൽ നമ്മളെ ഇപ്പൊ ഞാൻ ഏറ്റവും നല്ല ഉണ്ടാക്കിയതായാലും നമ്മളെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ കിടക്കട്ടെ എന്നുള്ള വിചാരിക്കുന്ന ആൾക്കാരാട്ടെ ഞങ്ങളൊക്കെ. അല്ലാണ്ട് വെറുതെ എന്തിനാണ് ഇപ്പൊ എല്ലാം പുറത്തു പോയി പറഞ്ഞിട്ടുണ്ട്. പുറത്തു പോയി പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് നമ്മുടെ പ്രശ്നം തീർക്കാൻ പറ്റില്ല. അവരെ കണ്ട് ചിരിക്കുള്ളൂ, അത് മനസ്സിലാക്കണം. അതന്നെ, മറ്റുള്ളവരാണ് ചിരിക്കുന്നതും. അപ്പൊ ആർക്കാണ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതും സ്വയം ആലോചിച്ചാൽ മനസ്സിലാക്കാം. ആർക്കാണ് എന്തൊക്കെ പോകുന്നു അതൊക്കെ ചിന്തിച്ചാൽ ആർക്കാണ് എന്താ നഷ്ടപ്പെടാൻ പോകുന്നത്. ഇപ്പൊ ഒന്നല്ല, ഇപ്പൊ ഇത്രയും ഇപ്പൊ ഞാൻ ആലോചിക്കാണ്. വേണ്ട പറയണ്ട, ഒരാൾ പറഞ്ഞ ഡയലോഗുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും വേണ്ട, നമ്മളൊന്നുമില്ല. അപ്പോൾ എന്താ പറഞ്ഞത്, പിന്നെ എന്നോട് എല്ലാ വീഡിയോയിലും ചോദിക്കുന്ന കമൻറ്റാണ് എത്ര മാസം എന്ന്. 5 മാസം. അത് നമ്മൾ വീഡിയോസിൽ പറയുന്നത് വേറെ ഒന്നല്ല. ഇതിനെ അറിയാത്തവരുണ്ടാവും, ചിലപ്പോൾ ചില വീഡിയോസ് കാണാണ്ട് പോണവരുണ്ടാവും കേട്ടോ. അതാണ്. പിന്നെ ഡോക്ടറെ കാണിക്കാറായോ, ചെക്കപ്പ് കഴിഞ്ഞോ, നോർമൽ സ്കാനിങ് 5-ാം മാസത്തെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് 22-ാം തീയതി അല്ലേ പറഞ്ഞിട്ട്, 22-ാം തീയതി പറഞ്ഞേക്കണേ. അപ്പോൾ ആ സമയത്ത് പോയി അതൊക്കെ നല്ലതാവട്ടെ എന്ന് ഇപ്പോഴേ എനിക്ക് അതിൻ്റെ ടെൻഷൻ കൂടി ഉണ്ടായിട്ട്. 5-ാം മാസത്തെ സ്കാനിങ് എല്ലാവരും പറയണ പോലെ നല്ല ടെൻഷനുള്ളൊരു സ്കാനിങ് ആണ്. എല്ലാവർക്കും അത് ഒരു പേടിയുള്ള സ്കാനിങ് ആണല്ലോ അതിന് പോകുമ്പോൾ. അപ്പോൾ അതേപോലെ തന്നെ എനിക്കും ഇപ്പം തന്നെ ടെൻഷൻ തുടങ്ങി. ഇപ്പം തന്നെ ദിവസം ഇരിക്കുക, അയ്യോ അത് കഴിഞ്ഞ് വരുമ്പോൾ വേറെ വിഷമിക്കണ കാര്യങ്ങളൊന്നും കേൾക്കല്ലേ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. സമാധാനമായിട്ട് പോയാൽ മതി എന്നുള്ളൊരു ഇതാണ്. പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതെ. ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ഇന്നത്തെ വീഡിയോ ഇപ്പം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ ഉള്ളൊരു അല്ലേ, നൈറ്റ് ആണുള്ള വീഡിയോ. കുറേ നാളെ ഇങ്ങനൊരു പിന്നെ കുറേ നാളെ ഇങ്ങനെ പുറത്ത് പോയിട്ട് ഒക്കെ വീഡിയോ എടുത്തിട്ടാ. പിന്നൊക്കെ നമുക്ക് ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല നല്ല വീഡിയോസ് ബെറ്റർ ആവാൻ തോറും ബെറ്റർ ആയിട്ടുള്ള വീഡിയോസ് വരും. പിന്നെ ഞാൻ കുറച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുണുക്കനെയും ഏട്ടനും വെച്ചിട്ട് കുറച്ച് ചാലഞ്ചുകളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാത്തിലും എനിക്ക് കയറി തലയിടാൻ പറ്റാത്തതുകൊണ്ട് ഇവരുടെ 3-നാളിലും വെക്കും. പിന്നെ ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച് ആയാലും ഇപ്പൊ കുണുക്കനും കുണിക്കൊക്കെ ഏട്ടന്റെ കൂടെ പിടിച്ചു നിൽക്കും. പ്രായം നോക്കിയില്ലല്ലോ, എന്തെങ്കിലും കൂടുതൽ അവർ പിടിച്ചു വെക്കും. എന്താ വെച്ചാൽ അവർക്ക് അങ്ങനത്തെ ഗെയിമൊക്കെ എന്ന് പറഞ്ഞാൽ അവര് അത് നല്ല രീതിയിൽ എടുക്കും. അപ്പൊ നമുക്ക് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വേറെ ഒന്നല്ല, എനിക്ക് അതിന്റെ
മൈൻഡിൽ വരാൻ കാരണം കമന്റ്സ് വന്നിട്ടുണ്ടായിട്ട് കുണുക്കിനൊക്കെ വെച്ചിട്ട് എടുക്കാൻ. ചലഞ്ച് ഒക്കെ വെച്ചിട്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഇനി കാണാം അല്ലേ. ഇനിയിപ്പോ അങ്ങനത്തെ ചലഞ്ച് കുറച്ചൊക്കെ നമുക്ക് ആഡ് ചെയ്യാം, അല്ലാതെ തരം എല്ലാ തന്നെ വീഡിയോ ഒക്കെ ആഡ് ചെയ്യാം. എന്തെങ്കിലും കുറച്ച് ഉള്ളൂ ഹോസ്പിറ്റലിൽ പോകാനും സ്കാനിങ്, അത് ആ ടൈമിൽ ടെൻഷൻ അടിച്ചെന്താ. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടുകളുടെ പ്ലാനിങ് ഒക്കെ ഉണ്ട്, കുറച്ച് വയറൊക്കെ വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ അതിന്റെ ഒരു ആഗ്രഹത്തിൽ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല വീഡിയോസ് വരും അല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ, ബൈ പറയാം. ബൈ.